ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് ബി.ജെ.പി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു വയനാട് ജില്ലയിലെ പൂത്താടി പഞ്ചായത്തിലെ ബി.ജെ.പി. പ്രവർത്തകർ. പഞ്ചായത്ത് കൺവെൻഷൻ കേണിച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആദ്യം തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനാണ്. നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തുടക്കമാണ്. കൂടുതൽ പ്രവർത്തകരെ ഇതിലൂടെ മുന്നിലേക്ക് എത്തിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വയനാട്ടിൽ മോദിയുടെ ശക്തമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വയനാട്ടിൽ ബി.ജെ.പി ജയിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് സംശയമില്ലാതായിരിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തതോടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിച്ചാലും അവിടെ രാജിവെച്ച് റായ്ബറേലി തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത എന്നാണ് തോന്നുന്നത്. ഇതോടെ കെ. സുരേന്ദ്രൻ വയനാട് ജയിക്കാനുള്ള സാധ്യതകളും ഏറുന്നുണ്ട്. മാത്രമല്ല മോദിക്കും അമിത്ഷായ്ക്കും വയനാട്ടിൽ ചില പ്രത്യേക അജണ്ടകൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. ത്രിതല തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുമ്പോൾ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകും. ഇപ്പോൾ തന്നെ കേരളത്തിൽ ബി.ജെ.പി എൻ.ഡി.എ തരംഗം ഉണ്ടാക്കും എന്നുറപ്പിച്ചാണ് മോദി രംഗത്തിറങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ എന്തായാലും ഇത്തവണ താമര വിരിയുമെന്ന് ഉറപ്പാണ്. ത്രിതല തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ നടന്ന ലോക്സഭാ ഇലക്ഷനും അതിന് വളമാകും എന്ന് ബി.ജെ.പിക്ക് അറിയാം. കാര്യം ഒരു ഗ്യാപ്പ് നൽകാതെയാണ് തങ്ങളുടെ പാർട്ടി പ്രവർത്തനങ്ങൾ ബി.ജെ.പി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള ബി.ജെ.പി അനുഭാവം ഇല്ലാതാക്കാതെ നോക്കാനാണ് മോദി ശ്രമിക്കുന്നത്. ഇത്തവണ ജാതി വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. വയനാട് കോൺഗ്രസിനെതിരെയുള്ള ജനങ്ങളുടെ വികാരത്തെ ഇപ്പോൾ പ്രയോജനപ്പെടുത്താനും ബി.ജെ.പി പദ്ധതിയിടുന്നുണ്ട്. രാഹുൽ റായ്ബറേലിയിലും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വയനാട്ടിലെ UDF ക്യാമ്പ് നിരാശയിലാണ്. 2 മണ്ഡലത്തിലും ജയിച്ചാൽ രാഹുൽ വയനാട് വിടുമെന്ന കാര്യം ഉറപ്പാണ്. 2019 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചത്. വയനാട്ടിലെ പ്രചാരണം വളരെ ആവേശത്തോടെയാണ് പ്രവർത്തകർ ഏറ്റെടുത്തത്. മണ്ഡലവുമായി വൈകാരികമായി അടുപ്പമുണ്ടെന്ന് രാഹുൽ പറഞ്ഞതിന് ശേഷമാണ് ജയസാധ്യത കൂടുതലുള്ള റായ്ബറേലിയിലും മത്സരിക്കുന്നത്. ഇതോടെ രാഹുലിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചവർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് ഇവരുടെ ആശങ്ക. വോട്ടർമാരോട് എന്ത് പറയുമെന്ന ആശങ്ക അണികൾക്കും നേതാക്കൾക്കുമുണ്ട്. ദേശീയ പാർട്ടി എന്ന നിലയിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും UP-യിൽ മത്സരിപ്പിക്കാതെ മറ്റു വഴികളില്ല എന്ന ബോധ്യത്തിലാണ് താരതമ്യേന സുരക്ഷിത മണ്ഡലമായ റായ്ബറേലിയിൽ രാഹുലിന്റെ മത്സരം. വിജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കാനാണ് പദ്ധതി. UP-യിൽ വിജയിച്ചാൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയം ഉറപ്പായ വയനാട്ടിലേക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും രാഹുലുമെന്ന് വ്യക്തമാണ്.